Hi everyone, this is Rinsi from Groww Malayalam channel. ഇപ്പം ഡോളറിന്റെ പ്രൈസ് കൂടുന്നതും അതുപോലെ തന്നെ ഗ്ലോബൽ ഇക്കണോമിക് അൺസർട്ടനിറ്റി ഒക്കെ കൂടുന്നതുകൊണ്ടൊക്കെ തന്നെ ലാസ്റ്റ് തേഴ്സ്ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രഷർ കൂടിയിട്ടുണ്ട്. അപ്പം ഇത് കാരണം നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതായത് നമ്മുടെ NSEയിൽ നിഫ്റ്റി ഇൻഡെക്സ് തേഴ്സ്ഡേ തുടർച്ചയായിട്ട് ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതായത് 17,000 ലെവലിൽ താഴേക്ക് പോയേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലുള്ള കുറച്ച് എക്സ്പേർട്സ് പറയുന്നത് നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ബൈ ഓൺ ഡിപ്സിൽ നിന്ന് സെൽ ഓൺ റാലിയിലേക്ക് അത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ US ബോണ്ടിൻ്റെ ഈൽഡ് കൂടുന്നതും അതുപോലെ തന്നെ റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സ് കാരണം അതായത് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ അധികം റിസ്ക് എടുക്കാതെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഹൈ വാല്യുവേഷൻ അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഒക്കെ കൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മോണിറ്ററി പോളിസീസ് ഒക്കെ ടൈറ്റൻ ചെയ്യുന്നുണ്ടും പിന്നെ ഫോറിൻ സെല്ലിംഗ് കൊണ്ടൊക്കെ തന്നെ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ബെറിഷ് മൂവ്മെൻറ്റിനെ റിക്കവർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കമ്പനീസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കോൺഷ്യസ് സ്ട്രെങ്ത് കാണിക്കുന്ന പല സ്റ്റോക്സും ഉണ്ട്. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവർ പ്രോസ്പെക്ടസിൽ കോൺഫിഡൻ്റ് ആണെന്നാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് ഫാളിനെ റെസിസ്റ്റ് ചെയ്യുന്ന 4 സ്റ്റോക്സാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയിൽ മാർക്കറ്റ് കറക്ഷനിൽ 10% കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുള്ള സ്റ്റോക്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്ന സ്റ്റോക്സിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores ആണ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 10% ആണ്, ഡെറ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 0.5 ആണ്, ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഗ്രേറ്റർ ദാൻ 10% ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് എല്ലാം വരുന്ന മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ഓഫ് 29 സെപ്റ്റംബർ 2022 ആണ്. അപ്പം ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രോ മലയാളത്തിന് FB അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാം. സോ ഏതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ഡോക്ടർ ലാൽ പത്ലാബ്സ് ലിമിറ്റഡ്. അപ്പം ഇന്ത്യയിലെ ഡയഗ്നോസ്റ്റിക് സർവീസിലെ ലീഡിംഗ് അതുപോലെ തന്നെ റിനൗണ്ട് ഹെൽത്ത് കെയർ ബ്രാൻഡാണ് ഡോക്ടർ ലാൽ പത്ലാബ്സ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം ഇവർക്കൊരു നാഷണൽ വൈഡ് ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ആണുള്ളത്. അപ്പോൾ ഇതിൽ പേഷ്യൻസ് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ ഒരുപാട് റേഞ്ചിലുള്ള ഡയഗ്നോസ്റ്റിക് അതുപോലത്തെ ഹെൽത്ത് കെയർ ടെസ്റ്റും സർവീസസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് കോർ ടെസ്റ്റിംഗ്, പേഷ്യൻ്റ് ഡയഗ്നോസിസ് ആൻഡ് പ്രിവെൻഷൻ, പിന്നെ ഹെൽത്ത് കെയർ ഇഷ്യൂസിൻ്റെ മോണിറ്ററിംഗ് അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ കമ്പനിയുടെ സർവീസ് പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ പേഷ്യൻസ്, ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സസ് അതുപോലെ തന്നെ കോർപ്പറേഷൻസിലേക്കൊക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കമ്പനിയുടെ ഡോമിനൻറ്റ് മാർക്കറ്റ് വരുന്നത് ഡൽഹി NCR ആണ്. അപ്പോൾ ടോട്ടൽ റവന്യൂവിൻ്റെ 34% ആണ് ഇവിടുന്ന് അക്കൗണ്ട് ചെയ്യുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ 28%, ഈസ്റ്റ് ഇന്ത്യയിൽ 15%, അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യയിൽ 14%, സൗത്ത് ഇന്ത്യയിൽ 7%, അതുപോലെ തന്നെ അതേഴ്സ് 2% ആണ്. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ ടോട്ടൽ റവന്യൂവിൻ്റെ 62% ആണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 വീക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഓൾമോസ്റ്റ് 22% റിട്ടേൺസ് ആണ് നൽകിയേക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസ്ക് പ്രൊഫൈലാണ് ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് കമ്പനി ഒരു സബ്സ്റ്റാൻഷ്യൽ ക്യാഷ് അക്രൂവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് ഓവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പാൻഷൻ പ്ലാൻസിനൊന്നും വേണ്ടിയിട്ട് അവർക്ക് ഡെറ്റ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. സോ അവർക്ക് ഇൻട്രസ്റ്റ് കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ലാസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ്സ് 20% CAGR വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 10 ഇയേഴ്സിൽ 23% CAGR വളർന്നിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതായത് കമ്പനിക്ക് ഒരു കൺസിസ്റ്റന്റ് അതുപോലെ തന്നെ സസ്റ്റൈൻഡ് ഗ്രോത്ത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ത്രെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷൻ ആണ്. അതായത് ഡയഗ്നോസ്റ്റിക് സ്പേസിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വേറെ പ്ലേയേഴ്സും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പ്രൈസിങ്ങിൽ അവർക്ക് സർട്ടൺ ലെവൽ പ്രഷർ ഉണ്ട്. പിന്നെ ഈ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രി ഒക്കെ ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ചെയിൻ്റെ മാർക്കറ്റ് ഷെയർ വരുന്നത് 17% ആണ്. അപ്പോൾ ഈവൻ അതിൽ പോലും ഹൈ കോമ്പറ്റീഷൻ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിക്ക് എക്സ്പാൻഷനുള്ള സ്പേസ് കുറവാണ്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വന്ന് 2,591.40 rupees ആണ്. PE വരുന്നത് 79.61 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.35, 5 year sales CAGR 18, ROE 25.08, 1 year returns negative 30.41, 5 year returns വരുന്നത് 26.58 ആണ്. ഇനി 2 ടെക്നിക്കൽ മെട്രിക്സ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ 200 DMA, ദാറ്റ് ഈസ് 200 day മൂവിങ് ആവറേജ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് 200 DMA എബോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റോക്ക് നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി 200 DMA ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോക്ക് നമ്മൾ ബെറിഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 200 DMA വരുന്നത് 2,565.23 ആണ്. ഇനി RSI ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI വാല്യൂ ബിലോ 30 ജനറലി ഓവർസോൾഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് ലീഡ് ചെയ്യും.
അതുപോലെ തന്നെ RSI വാല്യൂ എബോവ് 70 ജനറലി ഓവർബോട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് കമ്പനി മെട്രോപോളിസ് ഹെൽത്ത് കെയർ ഇന്ത്യ ലിമിറ്റഡ് ആണ്. അപ്പം സൗത്ത് ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡയഗ്നോസ്റ്റിക് ചെയിൻ ആണ് മെട്രോപോളിസ് ഹെൽത്ത് കെയർ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത്. അപ്പം 2022 സാമ്പത്തിക വർഷത്തിൽ കമ്പനിക്ക് 13.4 മില്യൺ പേഷ്യൻസിനാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 25.7 മില്യൺ ടെസ്റ്റുകളാണ് അവർ നടത്തിയേക്കുന്നത്. അപ്പം വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് 200 സീനിയർ പാത്തോളജിസ്റ്റ്, അതുപോലെ തന്നെ 2000 ടെക്നീഷ്യൻസ് ആണ് സ്റ്റാഫ് ആയിട്ടുള്ളത്. അപ്പം ഇവരാണ് റെഗുലർ, സെമി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡൊമൈൻസിലേക്ക് ഡയഗ്നോസ്റ്റിക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓങ്കോളജി, ന്യൂറോളജി, ഗൈനോളജി, നെഫ്രോളജിയിലേക്കൊക്കെ. അപ്പം ഇനി 2021 ഒക്ടോബറിൽ കമ്പനി ഹൈടെക്സ് ലാബ്സിൻ്റെ അക്വിസിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സദേൺ ഇന്ത്യയിലേക്ക് ഒരു പ്രസൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 2 വീക്സിൽ കമ്പനി 16.5% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കോവിഡ് ഇഷ്യൂസ് ഒഴിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ കോവിഡ് റവന്യൂവിൽ അവർക്ക് 7% ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പം ഇത് ഇവരുടെ ബിസിനസ് ടു കസ്റ്റമർ സ്ട്രാറ്റജിയാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ അവർക്ക് പേഷ്യൻസ് ആയിട്ട് നല്ലൊരു ട്രസ്റ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഇത് കമ്പനിയുടെ വെൽനസ് ടെസ്റ്റ് സെഗ്മെന്റിൽ റവന്യൂ ഗ്രോത്തിൽ ക്ലിയർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഓവർ ദ പീരീഡ് ഈ ഒരു കോവിഡ് ഇമ്പാക്റ്റ് ഒക്കെ മാറുമ്പോൾ ഇവർ കോവിഡ് ബിസിനസ്സിലേക്കുള്ള ഒരു അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു സെഗ്മെന്റിൽ കോമ്പറ്റീഷൻ കാരണം ഇൻഡസ്ട്രി വൈഡ് മാർജിൻസ് ഒക്കെ ടൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാം ഈസി റീസെന്റ് നമ്മുടെ കമ്പനിയുടെ ഒരു ക്ലോസ് കോമ്പറ്റീറ്ററായ തൈറോകെയർ ടെക്നോളജീസിൽ 66% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ കമ്പനിക്ക് സ്ട്രാറ്റജിക് ബയറിന് ചിലപ്പോൾ അവരുടെ സ്റ്റേക്ക് സെയിൽ അനൗൺസ് ചെയ്തേക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1538.10 റുപ്പീസ് ആണ്. പി വരുന്നത് 45.56 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.43 ആണ്. 5 year സെയിൽസ് CAGR വരുന്നത് 17.66 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 25.44 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് -43.19 ആണ്. 5 year റിട്ടേൺസ് നില്ലാണ്. ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വന്ന് 1874.27 ആണ്. അതുപോലെ തന്നെ RSI 14 വന്ന് 61.9 ആണ്. ഇനി നമ്മുടെ തേർഡ് കമ്പനി JM ഫിനാൻഷ്യൽസ് ലിമിറ്റഡ്. അപ്പോൾ ഡൈവേഴ്സ് അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ സർവീസ് ഫേം ആണ് JM ഫിനാൻഷ്യൽസ് ലിമിറ്റഡ് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ മെയിൻ ഓപ്പറേഷൻസിൽ വരുന്നതാണ് മോർട്ട്ഗേജ് ലെൻഡിങ്, ഓൾട്ടർനേറ്റീവ് ആൻഡ് ഡിസ്ട്രസ്ഡ് ക്രെഡിറ്റ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനുള്ള ഇൻറ്റഗ്രേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ത്രൂ അവരുടെ തന്നെ പ്ലാറ്റ്ഫോം AWS. അതുപോലെ തന്നെ ഇവർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സും മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർക്ക് 185 സിറ്റികളിലായിട്ട് പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല ഓവർസീസ് ലൊക്കേഷനിലും ഇവർക്ക് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 വീക്സിൽ JM ഫിനാൻഷ്യൽസ് ഓൾമോസ്റ്റ് 60% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് എല്ലാ കാറ്റഗറിയിലും സ്ട്രോങ് ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഇൻവെസ്റ്റ്മെന്റ്, ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഡിസ്ട്രസ്ഡ് ക്രെഡിറ്റ്, അതുപോലെ തന്നെ മോർട്ട്ഗേജ് ലെൻഡിങ്ങിലൊക്കെ. അപ്പം ഇത് മെയിൻലി സ്ട്രോങ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ സീസൺഡ് മാനേജ്മെന്റ് ട്രാക്ക് റെക്കോർഡ് ആൻഡ് റെപ്യൂട്ടേഷനിലൂടെയാണ് നടക്കുന്നത്. ഇതുകൂടാതെ കമ്പനിയുടെ റിസ്ക് ഫിലോസഫിയിൽ കൂടിയും അവർ കൺസർവേറ്റീവ് കൂടിയാണ്. ഇനി കമ്പനിക്ക് ലാർജ് നെറ്റ്വർക്ക് ബോറോവേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ അവരുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അസറ്റ് ക്വാളിറ്റി ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി റിസ്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കമ്പനിയുടെ റിസ്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ദ ഇയേഴ്സ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കമ്പനിയുടെ ഒരു വീക്ക്നെസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ ലെൻഡിങ് ഇൻഡസ്ട്രിയൊക്കെ വൾണറബിൾ ടു ക്രെഡിറ്റ് ഡിഫാൾട്ട് റിസ്ക് ആണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 72.95 റുപ്പീസ് ആണ്. പി റേഷ്യോ വരുന്നത് 9.41 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 1.76. 5 year സെയിൽസ് CAGR വരുന്നത് 9.56. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 10.53. 1 year റിട്ടേൺസ് -20.71. 5 year റിട്ടേൺസ് -11.99. 200 DMA 68.84. RSI 14 63.6. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി KPIT ടെക്നോളജീസ് ലിമിറ്റഡ്. അപ്പോൾ KPIT ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ടെക്നോളജി കമ്പനി വിത്ത് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി അവരുടെ കസ്റ്റമേഴ്സിന് നെക്സ്റ്റ് ജനറേഷൻ മൊബിലിറ്റി ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റേഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ എംബൈഡഡ് സോഫ്റ്റ്വെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ സൊല്യൂഷൻ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. സോ KPIT യൂറോപ്പ്, USA, ജപ്പാൻ, ചൈന, തായ്ലൻഡ്, അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ KPITക്ക് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കമ്പനി 39% റവന്യൂ US നിന്നാണ് ഏൺ ചെയ്യുന്നത്. യൂറോപ്പിൽ നിന്ന് 40%, അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്ന് 21% ആണ്.
അപ്പോൾ kpitയുടെ മെയിൻ ഗ്രോത്ത് വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫ്യൂച്ചർ ടെക്നോളജീസ് ഓഫ് മൊബിലിറ്റിയുടെ മെയിൻ സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതൊരു ടെക്നോളജി ഇൻറ്റൻസീവ് കമ്പനിയാണ്. അപ്പോൾ ഇതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സിൽ കമ്പനി ജർമ്മനിയിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 2 വീക്സിൽ കമ്പനി ഓൾമോസ്റ്റ് 16.5% റിട്ടേൺസ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ kpitയുടെ മെയിൻ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ഓപ്പറേഷണൽ പ്രൊഫൈലാണ്. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് പ്രൈമറി ഫോക്കസ് ചെയ്യുന്ന മൊബിലിറ്റി ഇൻഡസ്ട്രിയിലാണ്. അതുപോലെ പവർ ട്രെയിൻസ്, ഓട്ടോണോമസ്, അതുപോലെ തന്നെ കണക്റ്റീവ് കാറ്റഗറീസ് ആണ് അവരുടെ നീഷ് ഓഫറിങ്സ് വരുന്നത്. അപ്പോൾ കമ്പനി സോഫ്റ്റ്വെയർ IP, സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ, ഫീച്ചർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ വാലിഡേഷൻ സർവീസിലൊക്കെ ഗ്ലോബൽ OEMs അതുപോലെ തന്നെ ടയർ 1 സപ്ലൈസിനൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കമ്പനിയുടെ ക്ലയൻറ്റ് ബേസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് മെജോറിറ്റി ടോപ്പ് 20 ഗ്ലോബൽ OEMs. അപ്പം ഇവർ മൾട്ടിപ്പിൾ സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം kpitയുടെ നീഷ് ഓഫറിങ്സ് അതുപോലെ തന്നെ സ്ട്രോങ് റിലേഷൻഷിപ്സ് ഒക്കെ അവർക്ക് ഓവർ ദി ഇയേഴ്സ് ഒരു ഹെൽത്തി റവന്യൂ ഗ്രോത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ടെക് മൊബിലിറ്റി സെഗ്മെൻറ്റ്സിലേക്കുള്ള അവരുടെ ഡിപ്പെൻഡൻസ് അതുപോലെ തന്നെ ചില സ്പെസിഫിക് ക്ലയൻസിൽ നിന്നുള്ള റവന്യൂ കാരണമൊക്കെ ഇവർക്ക് റവന്യൂ കോൺസെൻട്രേഷൻ റിസ്കിലേക്ക് ഇവർ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ kpit ഓട്ടോ സെക്ടറിൽ നിന്നാണ് അവരുടെ മൊത്തം റവന്യൂ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ടോപ്പ് 21 ക്ലയൻസ് അറൗണ്ട് 80 to 85% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്ടോ സെഗ്മെൻറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ലോ ഡൗൺ അതുപോലെ തന്നെ ടോപ്പ് ക്ലയൻസിൻ്റെ ടെക്നോളജി സ്പെൻഡിൽ എന്തെങ്കിലും ഒരു ഡിക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ പെർഫോമൻസിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫിനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 649.10 rupees ആണ്. PE വരുന്നത് 59.39 ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി വരുന്നത് 0.17 ആണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 21.49 ആണ്. 1 year റിട്ടേൺസ് വരുന്നത് 85.99 ആണ്. 5 year റിട്ടേൺസ് നില്ലാണ് ബിക്കോസ് ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. 200 DMA വരുന്നത് 521.11 ആണ്. RSI 14 വരുന്നത് 65.8 ആണ്. അപ്പം ഇതാണ് കറണ്ട് മാർക്കറ്റ് ഫണ്ടിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന 4 കമ്പനീസ്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം നമ്മൾ വീണ്ടും റിമൈൻഡ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഗ്രോ മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.